എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചീര കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറികളിൽ ഒന്നാണ് ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കെട്ട് ചീരയാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറില്ലേ, അതുപോലെ ഒരു കെട്ട് ചീരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല, അതും കൂടി ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം പച്ചമാങ്ങയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്ന സമയത്ത് മാക്സിമം പച്ചമാങ്ങ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ അവൈലബിൾ അല്ല എന്ന് വരിയിൽ ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പച്ചമാങ്ങ വന്നിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്, കാരണം തൊലിക്ക് അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാങ്ങയ്ക്ക് തൊലിക്ക് അധികം കട്ടിയില്ല എന്നൊരിക്കൽ തൊലിയോടുകൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു രുചിയും അതുപോലെ തന്നെ നല്ലൊരു മണവും ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. നമ്മൾ ഏതൊരു നാടൻ കറി തയ്യാറാക്കുന്ന സമയത്തും നമ്മൾ ഇതിലേക്ക് ഒരു അല്പം പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു രുചിയും മണവും ഒക്കെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്ത നമ്മുടെ ചക്കക്കുരു മാങ്ങാ കറിയിലും ഞാൻ ഈ ഒരു ടിപ്പ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ചീരയും മാങ്ങയൊക്കെ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നതെന്ന് ഒരിക്കൽ അത് കൂടാതെ കണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കാരണം ചീര ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്കിവിടെ പാത്രം അടച്ചു വെച്ച് ചീരയും മാങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീരയെല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. കാരണം നമ്മൾ ആദ്യമേ ഉപ്പ് ചേർക്കുകയാണെന്നൊരിക്കൽ ആ ഒരു ചീരയുടെ അളവിൽ നമ്മൾ കൂടുതൽ ഉപ്പ് ചേർത്ത് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചീരയെല്ലാം ഒന്ന് നല്ലപോലെ കുക്കായതിനു ശേഷം വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാത്രം ഒന്നും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നാൽ മതിയാകും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഈ ഒരു ചീരക്കറിയിലേക്ക് നമ്മൾ വറ്റൽമുളക് തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു രുചിയൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വറ്റൽമുളക് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. സാധാരണ അവിയലിന് അരയ്ക്കുന്ന പോലെ തരിതരിയായിട്ടല്ല, നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചീരയെല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് നല്ല കുഴഞ്ഞ ആ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ആ ഒരു അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിതിന് ചീര അവിയൽ എന്നാണ് കേട്ടോ പറയാറ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ്. അതുകൊണ്ടാണ് ഞാൻ ചീരക്കറി എന്നങ്ങ് പറഞ്ഞത്. ഞങ്ങളൊക്കെ ഇതിന് ചീര അവിയൽ എന്നാണ് പറയാറ്. എന്തായാലും നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീര അവിയലാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അച്ചാറോ അതുപോലെ തന്നെ കുറച്ച് തൈരോ ഒക്കെ ഉണ്ടെന്ന് വരികിൽ നല്ല സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.